ഇത് ഫെല്ലോയ്സ് ആണ്. ഫെല്ലോയ്സിന്റെ ഫ്ലവറിങ് വരുന്നത്. ഫെല്ലോയ്സിന്റെ ഫ്ലവറിങ് ഉണ്ട്, പിന്നെ സീഡ്ലിങ്സ് ഉണ്ട്, പിന്നെ അതിൽ തന്നെ നമുക്ക് ഫെല്ലോയ്സിൽ മിനിയേച്ചർ വരുന്നുണ്ട്. ഫെല്ലോയ്സിന്റെ സെക്കൻഡ് ഫ്ലവറിങ് ആയ പ്ലാന്റ്സ് വരുന്നത്. ഇത് നമുക്ക് ഏകദേശം 10-20 കളേഴ്സോളം വരുന്നുണ്ട്. 20 കളേഴ്സോളം വരുന്നുണ്ട്. ഇതിന് പ്രൈസ് വരുന്നത് 650 രൂപ വരും ഈ ഫ്ലവർ ആയ പ്ലാന്റ്. ഫെല്ലോയ്സിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. 4 മുതൽ 6 മാസം വരെ ഫ്ലവർ ഇതുപോലെ തന്നെ നിലനിൽക്കും. ഇതില് വയലറ്റിൽ തന്നെ കുറെ വേരിയന്റ് ഉണ്ട് അല്ലേ? ഇത് ഡെൻഡ്രോബിയത്തിലെ ഫെറിമറി എന്ന് പറയുന്ന പ്ലാന്റ്സ് വരുന്നത്. കൂടുതൽ ഫ്ലവർ ലൈഫ് ഇല്ല, എന്നാലും ചില ഈവനിങ് സമയത്തൊക്കെ ഫ്രാഗ്രൻ്റ് വെറൈറ്റീസ് ആണത്. 10-15 ദിവസം മാക്സിമം അത്ര നിൽക്കുള്ളൂ, പക്ഷേ കാണാനൊരു പ്രത്യേക രസമാണ്. ഇത് ഡെൻഡ്രോബിയത്തിലെ ഫ്ലവറിങ് വരുന്നതാണ്. ഫ്ലവറിങ്ങിൽ ഇസാപ്പീച്ച്, ലിസിയാന്ത്ര്ര, സിമ്മിൻ റെഡ്, ഇറോഷി, എയർവേ ബ്ലൂ, ഇങ്ങനെ 5 ക്ലാസ്സാണ് ഫ്ലവറിങ്ങിലുള്ളത്. നമുക്ക് ഇത് എയർവേ ബ്ലൂ വരുന്നതാണ്. ശരി ശരി. ഇതിൻ്റെ റെഡും ഉണ്ടല്ലേ? ഇതിൽ ഫ്ലവറിങ് വരുന്നത് 450 രൂപ വരുന്നത്. ഇത് അധികം അങ്ങനെ ഫുള്ളായിട്ട് വിടരുവില്ലാന്നോളല്ലേ? ഒരു ചെറിയതായി ഇത് വേറൊരു ഷെയ്ഡ്. ഇത് ചെറിയൊരു ഫ്രാഗ്രൻ്റ് കൂടെ ഉണ്ട് ഇതിന്. നമ്മൾ ഏകദേശം 10 വർഷങ്ങളായി ഓർക്കിഡ്സ് സെയിൽ തുടങ്ങിയിട്ട്. നമ്മൾ ഇപ്പോൾ 10 വർഷമായി എന്ന് പറയല്ലോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സീഡ്ലിങ്സ്, ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് എടുക്കുന്നവർക്ക് 10 പ്ലാന്റ്സിന് കൂടുതൽ എടുക്കുന്നവർക്ക് എന്ത് ചെയ്യും, ടോട്ടൽ കാർട്ടിൻ്റെ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അത് വീഡിയോ കാണുന്നവർക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ 10 വർഷത്തോളം നമ്മൾ ഈ ഫീൽഡിൽ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അത് ഡെൻഡ്രോബിയം സീഡ്ലിങ്സിന് മാത്രമാണ്. ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് സ്റ്റാൻഡേർഡും പ്രീമിയം വെറൈറ്റീസ് എടുക്കുന്ന എല്ലാവർക്കും ടോട്ടൽ അത് 10 പ്ലാന്റ്സിന് കൂടുതൽ എടുക്കുന്നവർക്ക് ടോട്ടൽ കാർട്ട് എമൗണ്ടിന്റെ 10% ഡിസ്കൗണ്ട് കിട്ടുന്നത്. അങ്ങനെ ഉണ്ടല്ലേ? അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടോ, വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോ. പിന്നെ ഓഫർ ഇപ്പോൾ വീഡിയോ ഇറങ്ങി 10 ദിവസത്തിനുള്ളിൽ മേടിക്കുന്ന കസ്റ്റമേഴ്സിന് മാത്രമാണ് നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 10 ദിവസത്തിനകത്ത് കേട്ടോ. നമസ്കാരം, ഞാനിന്ന് പുത്തനത്താണിയിലാണ് കേട്ടോ. അഗ്രി ബിസ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടോ, ഓർക്കിഡ് ചെടികളുടെ ഒരു മായാലോകമാണ് ഇവിടെ. ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ പ്ലാന്റ്സ് ആണ് ഇത്രയധികം ഇവിടെ ഒക്കെ നിറയിരിക്കുന്നുണ്ട്. ഡെൻഡ്രോബിയ ഉണ്ട്, പിന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഒരു 10-13 വെറൈറ്റീസ് ഓർക്കിഡ് ഉണ്ട് ഇവിടെ. പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കൊറിയർ ഉണ്ടോ? കൊറിയർ ഉണ്ട്, DTDC കൊറിയർ, മറ്റ് പല കൊറിയർ സർവീസുകളും ഉണ്ട് ഇവിടെ. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെയാണ് ചെയ്യുന്നത്. ഓർക്കിഡുകൾ മാത്രമാണ്, ഓർക്കിഡിന്റെ വലിയൊരു ലോകം. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാം. നല്ല നല്ല ഓർക്കിഡുകളാണ്, ഒക്കെ ഹെൽത്തി പ്ലാന്റ്സ് ആണ്, എല്ലാം കാണിച്ചു തരാം. അപ്പോൾ നല്ലൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇവിടെ ഒരു ഗ്രീൻ ഹൗസ് ഉണ്ട്, അവിടെ ഒരു ഗ്രീൻ ഹൗസ് ഉണ്ട്, പിന്നെ ഇതൊരു ഗ്രീൻ ഹൗസ് ഉണ്ട്. അങ്ങനെ 3 സെക്ഷനാണ് ഇവിടെ. വലിയൊരു പ്ലോട്ടാണ്, ഇതിൻ്റെ അകത്ത് മൊത്തം ഓർക്കിഡാണ്. ഇവിടെയാണ് ഡെൻഡ്രോബിയം പുതിയത് വന്നേക്കുന്ന പ്ലാന്റും ചെറിയ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ഒക്കെ ഇവിടെയാണ്. എന്താ കൊച്ചു ചെടികളിൽ മുട്ടുകൾ ഉണ്ട് അവിടെ. ഇതുകൊണ്ട് പിന്നെ വലിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ സുഹൈൽ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് നടത്തുന്നത്. നമസ്കാരം സുഹൈൽ, ഈ സ്ഥലം എന്ന് പറഞ്ഞേ നിങ്ങളുടെ നാട്? ഇത് മുത്തത്താനൊക്കെ അടുത്ത് പൂഞ്ചിന എന്ന സ്ഥലത്താണ് വരുന്നത്. പൂഞ്ചിന പള്ളിക്ക് ബാക്കിലായിട്ട് വരുന്നത്, അംഗനവാടിക്ക് ഓപ്പോസിറ്റ് അഗ്രി ബിസിനസ് സ്ഥാപനം. ഇത് എങ്ങനെയാണ് ഈ സ്ഥാപനത്തിന്റെ ടൈമും കാര്യങ്ങളൊക്കെ? രാവിലെ 9 to വൈകിട്ട് 5 വരെ ടൈം വരുന്നത്. അതെ, ഇവിടെ വന്നെടുക്കുന്നുണ്ട്. ഡയറക്റ്റ് വന്നെടുക്കാം. ഓൺലൈനിൽ കൊറിയറായിട്ട് അയച്ചു കൊടുക്കും ചെയ്യും. ഓൺലൈൻ എങ്ങനെ നിങ്ങൾ ചെയ്യുന്നത്? ഓൺലൈൻ വെബ്സൈറ്റ് ഉണ്ടോ അതോ നമ്മൾ വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്തിട്ട് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും? അപ്പോൾ കാറ്റലോഗ് കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഏതാ വേണ്ട പ്ലാന്റ്സ് കൊറിയറായിട്ട് അയച്ചു കൊടുക്കും. ഓ ശരി. ഓൾ ഇന്ത്യ കൊറിയറായിട്ട് അയക്കുന്നുണ്ട്. നമുക്ക് കൂടുതലും ഡെൻഡ്രോബിയാണ് അവിടെ ഉള്ളത്. ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫെല്ലോയ്സിന്റെ പോട്ടർ പ്ലാന്റ്സ് ഉണ്ട്, അത് വേറൊരു ഫാമാണ് ഉള്ളത്. ഫെല്ലോയ്സിന്റെ സെക്കൻഡ് ഫ്ലവറിങ് ആയ പ്ലാന്റ്സ് വരുന്നത്. ഇത് നമുക്ക് ഏകദേശം 10-20 കളേഴ്സോളം വരുന്നുണ്ട്. ഫെല്ലോയ്സിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. 4 മുതൽ 6 മാസം വരെ ഫ്ലവർ ഇതുപോലെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഈ കട്ട് ഫ്ലവറിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന കട്ട് ഫ്ലവറിന് മെയിൻ ഡെൻഡ്രോബിയം യൂസ് ചെയ്യും. കാരണം വെച്ചാൽ നമുക്ക് ഫ്ലവർ 6 മാസം ലാസ്റ്റ് ചെയ്തുകൊണ്ട് അധികം കട്ട് ഫ്ലവറിന് യൂസ് ചെയ്യില്ല, നമുക്ക് നിലനിൽക്കും അത്. ഓ, ഇത് വലിയ പ്ലാന്റ്സ് ആണ്. ഷൂട്ടുകൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? വേറെ ഷൂട്ടുകളും ഡബിൾ ഷൂട്ട് വരുന്നതുണ്ട്. അത് ഫ്ലവർ ഒടിഞ്ഞു, അവിടെ നിന്ന് തന്നെ പുതിയ സ്പൈക്ക് വന്നു. ഓ ശരി ശരി. അപ്പോൾ പ്ലാന്റ് മെച്ചോർഡ് അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതുപോലെ വരുന്നത്. ഫസ്റ്റ് ഫ്ലവറിങ് നമുക്ക് വരുന്നുണ്ട് 500 രൂപ വരുന്നത്, പിന്നെ മിനിയേച്ചർ വരുന്നത് 400 രൂപ വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിൽ കുറേ കളേഴ്സ് ഉണ്ട്. ഇരിക്കണൊക്കെ അത് തന്നെയാണല്ലേ? എല്ലാം സെയിം പ്ലാന്റ്സ്. ഇത് സീഡ്ലിങ്സ് വരുന്നുണ്ട്. അതെ. ഇത് ടിഷ്യൂ കൾച്ചർ ചെയ്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പ്ലാന്റ്സ് ആണ്. ഇത് ഏകദേശം 1.5 വർഷമായ പ്ലാന്റ്സ്. അതിന് നമുക്കറിയാം 5-6 ലീഫ് വരുന്നുണ്ട്. ഏകദേശം 1.5 വർഷമായി. ഒരു 6 മാസം 8 മാസം കറക്റ്റ് നോക്കുന്ന ഫെർട്ടിലൈസർ ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലവർ വരും. ഇതിന് 275 രൂപ വരും സീഡ്ലിങ്സിന്. ശരി. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും? കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. പക്ഷേ ഇതിന് വലിയ വെയിറ്റ് ഒന്നും ഇല്ല അല്ലേ? സ്ഥല വെയിറ്റ് ഉള്ളൂ. ഓക്കെ. ഇനിയിപ്പോൾ അതെ പുറത്തുണ്ട് കേട്ടോ കുറേ. ഇതും ഇത് തന്നെയാണല്ലേ? ഇത് ഫെല്ലോയ്സ് വരുന്നത്. ഫെല്ലോയ്സ് തന്നെയാണ്. ഇപ്പോൾ പല ഈ ഹൈറ്റും അതൊക്കെയുള്ള ചെടികളുണ്ട് കേട്ടോ അവിടെ.
അതായത് വളരെ കൊച്ചു ചെടികളല്ല, മെച്ചൂർഡ് ആയിട്ടുള്ള ചെടികളും. മെച്ചൂർഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട് നമുക്ക് ഫെർണോസിൽ. ഇത് നമ്മളേ പോട്ട് ചെയ്യുമ്പോൾ ഇത് എന്തൊക്കെയാണ് ചേർക്കണം? ചകിരിച്ചോറും ഇതിൽ നമുക്ക് ചകിരിയും കരിയും വെച്ച് ചെയ്യുന്നതായിട്ട് നല്ലത്. അത് ശരി. ഇതുപോലെ തന്നെ ചകിരിയും കരിയും മിക്സ് ആക്കിയിട്ട് ചെയ്യാം. ഫെർണോസിന് എപ്പോഴും മീഡിയത്തിൽ ഈർപ്പം നിലനിൽക്കണം, അപ്പോഴും നല്ലൊരു ഗ്രോത്ത് കിട്ടുള്ളൂ. നനച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്തവരെ നനച്ചു കൊടുത്താൽ മതി അല്ലേ? സ്പ്രേ നമുക്ക് നല്ല രീതിയിൽ നനച്ചു കൊടുക്കാം, പക്ഷേ ഈർപ്പം നിലനിൽക്കണം മീഡിയത്തിൽ. ഇത് നമുക്ക് മിനിയേച്ചർ വരുന്നതാണ് ഫെർണോസിൽ. 400 രൂപ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എല്ലാം മുട്ടുള്ള പ്ലാന്റ്സ് ആണ്. 400 രൂപ. ഇതിൽ മീഡിയം മോശമാണ് വരുന്നത്. ഇതിൽ അപ്പൊ ഈർപ്പം എപ്പോഴും നിലനിൽക്കും. മുട്ടുകളുണ്ടല്ലോ എല്ലാത്തിലും. എല്ലാം സ്പൈക്കായ പ്ലാന്റ്സ് ആണ്. ചിലത് വിരിഞ്ഞു തുടങ്ങി, ചിലത്. ഇത് എത്ര സമയം എടുക്കും ശരിക്കും മുട്ടാവാൻ വേണ്ടിയിട്ട്? ഇത് ഏകദേശം ഇപ്പോൾ നമ്മൾ സീഡ്ലിങ്സ് ആണെങ്കിൽ കറക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 6 മുതൽ 8 മാസം കൊണ്ട് നമുക്ക് ഇതുപോലെ ബഡിങ് സ്റ്റേജിലേക്ക് മാറും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട വെച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കണം. അങ്ങനെ നമുക്ക് 8 മാസം കൊണ്ട് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് മാറും. ഇതെല്ലാം ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ വലിയ പ്ലാന്റ്സ് ഉണ്ടോ? ഇതൊക്കെ നല്ല നല്ല രസമുണ്ട് കേട്ടോ അല്ലേ? ചിലതിനൊക്കെ ഡബിൾ സ്പൈക്ക് ഉള്ളതുണ്ട്. ഇനി അപ്പുറത്തുണ്ട് ആ ഒരു ഏരിയ മൊത്തം തന്നെയാണ്. അത് പോട്ടഡ് പ്ലാന്റ്സ് വരുന്നതാണ്. ഇതാണ് ഫെർണോസിന്റെ പോട്ടഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞത്. ഇത് 355 രൂപ വരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 6 മാസം 8 മാസം ഫ്ലവർ വരുന്നു. നമുക്ക് കാണാം മൊട്ട് വന്ന് തുടങ്ങിയ പ്ലാന്റ്സ് ഏകദേശം 4 മാസമായിട്ടുള്ളൂ റിപ്പോർട്ട് ചെയ്തിട്ട്. പക്ഷെ മൊട്ട് വന്നു ഇതാ ഉണ്ടല്ലേ. നമ്മൾ എങ്ങനെയാണ് ഫെർട്ടിലൈസർ കൊടുക്കുന്നത്? ഈ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ യൂസ് ചെയ്യണത്? NPK ആണ്. നമുക്ക് 19 കൊടുക്കാം, സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്ത് കൊടുക്കാം. നമ്മള് ഫെർട്ടിലൈസർ ആകുമ്പോൾ കറക്റ്റ് ഒരു ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം ഫെർട്ടിലൈസർ കൊടുക്കാൻ. എത്ര ദിവസം ഗ്യാപ്പിൽ? നമ്മൾ 10 ദിവസത്തെ ഗ്യാപ്പിൽ നമുക്ക് കൊടുക്കാം. 19 കൊടുക്കാം. 2 ഗ്രാം പെർ ലിറ്ററിൽ കളക്കിയിട്ട് 10 ദിവസം കൂടുമ്പോൾ ഗ്യാപ്പിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അല്ലാതെ 16-0-24 കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ വരും. നമുക്ക് 16-0-26 എന്ന് പറയുമ്പോൾ കാടായിടാതെ ചുറ്റും ഇട്ട് കൊടുക്കുന്ന അല്ല, നമ്മൾ ഫുള്ള് ഫോളിയർ ആയിട്ട് എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് നമ്മളെ മദർ പ്ലാന്റ്സ് വരുന്നതാണ്. ഏകദേശം ഇപ്പോൾ ഫ്ലവറൊക്കെ ഷെഡായി പോയി. എൻ്റെ ഫ്ലവറിൻ്റെ ഒരു ക്വാളിറ്റി ആണ് ഇത്ര വലിയ ഫ്ലവർ നമുക്ക് കിട്ടുന്നത്. കാരണം അത്രയും മെച്ചേർഡ് പ്ലാന്റ്സ് ആണ്. ഇതുപോലത്തെ 16 പൂക്കൾ ഒരു കൊലയിൽ നമുക്ക് കിട്ടും. ഇതൊക്കെ അത് തന്നെയുണ്ടോ മദർ പ്ലാന്റ്സ് ആണ്? ഇതിൽ നോക്കാൻ ഒരു സ്പൈക്കിൽ തന്നെ ബ്രാഞ്ചസ് ആയിട്ട് 4-5 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ അത്രയും മെച്ചേർഡ് ആയിട്ട് വരുന്ന സംഭവമാണത്. ഇതൊരു വെറൈറ്റി ആണുള്ളത് അല്ലേ? കളേഴ്സിൽ വ്യത്യാസം, ഉള്ളിൽ ആ ഷെയ്ഡ് കണ്ടോ? ഷെയ്ഡിൽ വ്യത്യാസമുണ്ട്. ഓർക്കിഡ് ഒരുപാട് വരുന്നുണ്ട് അല്ലേ? പുതിയ ഹൈബ്രിഡ് വെറൈറ്റീസ് കൂടുതലും തായ്ലൻഡ് ആണല്ലേ? തായ്ലാൻഡ്. പിന്നെ ഫെർണോസ് ഒക്കെ തായ്വാനും വരുന്നുണ്ട്, ഹോളണ്ട് വെറൈറ്റീസും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പോട്ടർ പ്ലാന്റ്സ് വരുന്നതാണ്. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇതിലൊക്കെ സ്പൈക്കായി നിൽക്കുന്നതാണ്, നല്ല സ്പൈക്കായി വരുന്നതാണ്. ഇതൊക്കെ വോട്ട് ചെയ്തിട്ട് അധികം ദിവസമായി? 4 മാസമായ പോട്ട് ചെയ്തിട്ട്. ശരി. നമുക്ക് കറക്റ്റ് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നിങ്ങൾ ഇത് അയക്കുമ്പോൾ എങ്ങനെ ഈ ചട്ടി റിമൂവ് ചെയ്യും? ഇല്ല, പോട്ടോട് കൂടെ അയക്കും. പോട്ടോട് കൂടി അപ്പം വോളിയം ബേസിൽ ചെറിയ വ്യത്യാസം വരും. ഈ കൊറിയർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ പ്ലാന്റ് 2-3 ദിവസം നനക്കൂല. അപ്പോൾ ഇതൊക്കെ ഡ്രൈ ആയിട്ട് മീഡിയൊക്കെ. അപ്പോൾ വെറ്റാണെങ്കിൽ ഇത് ബോക്സ് ഈ ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് ബോക്സ് പൊട്ടും, അട്ടപ്പൊട്ടി ബോക്സ് പൊട്ടും. അപ്പോൾ ഫുള്ള് ഡ്രൈ ആക്കിയ ശേഷം നമ്മൾ അയക്കുള്ളൂ. അപ്പോൾ നമ്മൾ മേഘാലയ ചിലപ്പോൾ 22 ദിവസമൊക്കെ എത്തും പിടിക്കും, എന്നാലും പ്ലാന്റ്സ് ഒന്നും പറ്റൂല. ഡ്രൈ ആക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ ഷെഡാണ് വരുന്നത്. സീഡ്ലിങ്സ് അല്ല, ഫുൾ സീഡ്ലിങ്സ്. അതെല്ലാം ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് വരുന്നത്. ഇതൊക്കെ അപ്പോൾ എത്ര നാളെ ചെയ്യണം ഈ ചെടികൾ? ഇതെല്ലാം നമുക്ക് 3 മുതൽ 6 മാസം കൊണ്ട് ഫ്ലവറിങ് വരുന്ന പ്ലാന്റ്സ് എല്ലാം വരുന്നു. സീഡ്ലിങ്സ് ഏകദേശം സൈസ് വരുന്നതാണ്. ഇങ്ങനെയാണോ? ഇത്രയും ചെറിയ ചട്ടിയിലോ അല്ലേ? 1 ഇഞ്ചിന്റെ ചട്ടിയ വരാം. ഇത് നമുക്ക് 3 ചട്ടിയിലേക്ക് റിപ്പോർട്ട് ചെയ്ത് വെക്കാം. ഇതൊക്കെ എങ്ങനെ റേറ്റ്? ഇത് 100 മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമുക്ക് സീഡ്ലിങ്സിൽ. പിന്നെ പ്രീമിയം വെറൈറ്റീസ് നമുക്ക് 130, 140, 150 വരെ റേറ്റ് വരുന്നുണ്ട്. 100 മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. അത് ശരിയാണ്. അതിൽ സൈസും തന്നെ ഓരോ കളറിനനുസരിച്ച് നമുക്ക് സൈസിൽ വ്യത്യാസം വരും. ഇപ്പം ഇതിൽ ഒരു എത്ര കളേഴ്സ് ഉണ്ട് ഇരിക്കുന്നതിൽ? നമുക്ക് 60 കൂടുതൽ കളേഴ്സ് വരുന്നുണ്ട് നമുക്ക് ഇതിലിപ്പോൾ. ഈ അറ്റം വരെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നേരിട്ട് വന്നതിന് ശേഷം പിന്നെ റിപ്പോർട്ട് ചെയ്യണം അല്ലേ? ഇത് നമുക്ക് ഫ്ലവറിംഗ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ റിപ്പോർട്ട് ചെയ്ത് വെക്കും. ഇതെന്താ ഒരു വ്യത്യാസം? വേറെ വെറൈറ്റി ആണത്? ഇത് മാംഗോസ്റ്റിൻ എന്ന വെറൈറ്റിയാണ്. തണ്ടിനൊക്കെ നമുക്ക് ചെറിയൊരു ഈ വെറൈറ്റിക്ക് അനുസരിച്ചും വ്യത്യാസം, പ്രൈസിൽ വ്യത്യാസം ഉണ്ട് അല്ലേ? ഇതിൽ 130 വരുന്നതാണ്. അതിൻ്റെ തണ്ടിലും ലീഫിലും പുതിയ ലീഫ് വരുന്നതിൽ ചെറിയൊരു കളർ ചേഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലേ, ഇപ്പോൾ മിക്കവാറും ഓർക്കിഡ് ആയതുകൊണ്ട് തന്നെ പരിചയം ഉണ്ടാവും ആൾക്കാർക്ക്. എന്നാലും ഇതിപ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് വെക്കുന്നത്?
ഇത് നമ്മൾ പോട്ട് ചെയ്യുന്ന എങ്ങനെ? പോട്ട് ചെയ്ത് വീഡിയോ നമ്മൾ അവിടെ കാണിച്ചു തരാം. ഷെഡിൽ റിപ്പോർട്ട് നടക്കുന്നുണ്ട്. ഈ കപ്പമെല്ലാം ഇളക്കിയിട്ട് നമുക്ക് 3 ഇഞ്ചിലേക്കോ അല്ലെങ്കിൽ 6 ഇഞ്ചിലേക്കോ പോട്ടിലേക്ക് എന്ത് ചെയ്യാം, ചകിരിയോ കരി വെച്ചിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് തരാം. കരിയും ഈ ചകിരി ഇത് തന്നെയാണല്ലേ? ചകിരിയും കരിയും വെച്ചിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇതൊക്കെ ഏകദേശം ഒരേ വലിപ്പമുള്ള ചെടികളല്ലേ? ഞാൻ പറഞ്ഞ കളറിനനുസരിച്ചിട്ട് നമുക്ക് വ്യത്യാസം വരാം, സൈസിൽ വ്യത്യാസം വരും. ഇത് അവിടെ ഒരു കൊച്ചു പൂവൊക്കെ ഉണ്ടല്ലോ, ആ പൂവായതാണെന്ന് തോന്നല്ലേ? ആ ഫ്ലവർ ആയത് അത് ഒരു ഗ്ലോറി വൈറ്റ് എന്ന് പറഞ്ഞ ചെറിയ സെമി കോമ്പാക്ട് വെറൈറ്റീസ് വരുന്നതാണ്. അത് പെട്ടെന്ന് ഫ്ലവർ വരും. ഇത് നമുക്ക് ഇൻഡോർ പറ്റില്ല, ഔട്ട്ഡോർ തന്നെയല്ലേ? അതിനൊരു 50% ഷെയ്ഡിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണല്ലോ. ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട് കേട്ടോ ചെടികൾ. അപ്പോൾ വന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ബെറ്റർ അതാണ്. കാരണം നോക്കി അല്ലേ, നോക്കി കസ്റ്റമേഴ്സ് വന്ന് എടുക്കുക പറ്റുന്നില്ല, അവർക്ക് വേണ്ട സൈസ് നോക്കി എടുത്തു പോവാം. ഈ ചൂട് സമയത്ത് ഇതിന് വല്ല പ്രത്യേക പരിചരണം അങ്ങനെ വല്ലതും വേണോ? അല്ലെങ്കിൽ നമ്മൾ ഷെഡ് തന്നെ അറേഞ്ച് ചെയ്തിപ്പോൾ സെക്കൻഡ് ലെയർ ചെയ്തിട്ടാണ് ഈ ബ്ലാക്ക് ഷെയ്ഡ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ചൂട് കൂടുമ്പോൾ നമ്മൾ ഇത് വിരിക്കും. ഷെയ്ഡ് ആണെങ്കിൽ മഴക്കാലത്തിന് ഇത് നമ്മൾ ക്ലോസ് ചെയ്ത് വെക്കും. നമ്മളിപ്പോൾ എത്ര നാളായി തുടങ്ങിയിട്ടുള്ളൂ? നമ്മൾ ഏകദേശം 10 വർഷങ്ങളായി ഓർക്കിഡ്സ് സെയിൽ തുടങ്ങിയിട്ട്. നമ്മൾ പോകുന്ന ഇപ്പോൾ ഈ ഷെഡ് വന്നിട്ട് 4 വർഷമായി ഇവിടെ. ശരി ശരിയാണ്. നമ്മൾ ഇപ്പോൾ 10 വർഷമായെന്ന് പറയല്ലോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ സീഡ്ലിങ്സ് ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് എടുക്കുന്നവർക്ക് 10 പ്ലാന്റ്സിന് കൂടുതൽ എടുക്കുന്നവർക്ക് എന്ത് ചെയ്യും, ടോട്ടൽ കാർട്ടിൻ്റെ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അത് വീഡിയോ കാണുന്നവർക്ക് സ്പെഷ്യൽ ഓഫറായിട്ട് നമ്മൾ 10 വർഷത്തോളം നമ്മൾ ഈ ഫീൽഡിൽ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അത് ഡെൻഡ്രോബിയം സീഡ്ലിങ്സിന് മാത്രമാണ്. ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് സ്റ്റാൻഡേർഡും പ്രീമിയം വെറൈറ്റീസ് എടുക്കുന്ന എല്ലാവർക്കും ടോട്ടൽ അത് 10 പ്ലാന്റ്സിന് കൂടുതൽ എടുക്കുന്നവർക്ക് ടോട്ടൽ കാർട്ട് എമൗണ്ടിൻ്റെ 10% ഡിസ്കൗണ്ട് കിട്ടുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടോ, വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോ. പിന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. അതായത് ഈ പ്ലാന്റ് പോട്ട് ചെയ്യുന്നതും പിന്നെ മഴക്കാലത്ത് പരിചരണം അല്ലേ, എല്ലാ സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. നമ്മൾ ഡെൻഡ്രോബിയത്തിലെ കോമ്പാക്റ്റ് വെറൈറ്റീസ് ആണ്. അപ്പോൾ ചില ആളുകൾക്ക് പെട്ടെന്ന് ഫ്ലവർ വേണമെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെറൈറ്റീസ് ആണ് ഇത്. അത് ശരി. എത്ര നാൾ കൊണ്ട് ഫ്ലവർ ആവും? ഇത് 3 മാസം കൊണ്ടൊക്കെ ഫ്ലവർ വരും. കാരണം ഇത് അധികം ഹൈറ്റ് പോകില്ല, ഇത്ര ഷോർട്ട് ആയിട്ട് ഉണ്ടാവുക. മിനിയേച്ചർ ടൈപ്പ് ആണ്. ഇതിൽ നമുക്ക് ഏകദേശം 6 കളേഴ്സ് അവൈലബിൾ ആണ്. 100 മുതൽ 120 രൂപ കളറിനനുസരിച്ച് വേരിയേഷൻ വരുന്നുണ്ട്. മാക്സിമം 120 രൂപ കോമ്പാക്ട് വെറൈറ്റീസിൽ. കോമ്പാക്ട് വെറൈറ്റീസ് സെമി കോമ്പാക്ട് വെറൈറ്റീസ് ഉണ്ട്. ലാഡ റെഡ്, ഗ്ലോറി വൈറ്റ്, റെയിൻബോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ സെമി കോമ്പാക്ട് വെറൈറ്റീസും വരുന്നുണ്ട്. ഇത് നമ്മുടെ റിംഗോ സ്റ്റൈലിസിന്റെ സീഡ്ലിങ്സ് ആണ്. ഇതിന്റെ ഫ്ലവർ ആയ ചെടി ഉണ്ട് ഇപ്പോൾ ഇവിടെ. മദർ പ്ലാന്റ്സ് നമുക്ക് ബഡിങ്ങിലുള്ള പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട്. ഇത് സീഡ്ലിങ്സ് നമുക്ക് 6 കളേഴ്സ് വരുന്നുണ്ട്. ഇതിന് 250 ആണ് റേറ്റ് വരുന്നത്. നമുക്കൊരു 8 മാസം 10 മാസത്തിനുള്ളിൽ ഫ്ലവർ ചെയ്യുന്നതാണ്. മരത്തിൽ മൗണ്ട് ആയി അല്ലാണ്ട് നമുക്ക് സാധാരണ നോർമൽ പോലെ പോട്ട് ചെയ്യുകയും ചെയ്യാം. മരത്തിൽ പിടിച്ച് കയറിക്കോളൂ അല്ലേ? നമ്മൾ ഫോക്സ് സ്റ്റൈൽ വെറൈറ്റി ആണ്. മരത്തിൽ വരുന്ന പ്ലാന്റ്സ് ആണ്. മരത്തിൽ മൗണ്ട് ചെയ്ത് പെട്ടെന്ന് നല്ല രീതിയിൽ പിടിച്ചു കിട്ടും. ഇതെല്ലാം അത് വരുന്നതാണ്. ഇത് കാറ്റലിയ വരുന്നതാണ്. കാറ്റലിയ നമുക്ക് 26 കളേഴ്സ് വരുന്നുണ്ട് സീഡ്ലിങ്സിന്. ഇതെല്ലാം കാറ്റലിയേഴ്സ് വരുന്നതാണ്, സീഡ്ലിങ്സ് ആണ്. കാറ്റലിയ നമുക്ക് 250 മുതൽ സ്റ്റാർട്ടിങ് വരുന്നത്. ഇത് കാറ്റലിയ സീഡ്ലിംഗ് ആണ്. ഇതിൻ്റെ സീഡ് ഷെഫ് ഓറഞ്ച് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഭയങ്കര പേരൊക്കെ ഉണ്ടല്ലോ. ഷെഫ് സീറ്റ് ഓറഞ്ച് അല്ലേ? അതിൻ്റെ പ്ലാന്റ്സും തന്നെ നല്ല എസ്റ്റാബ്ലിഷ് ആയിട്ട് ഫുള്ള് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഒരു 250 റേറ്റ് വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് വരുന്നത്. അയൺ ഓഫീസ് പറഞ്ഞ പ്ലാന്റ്. പിന്നെ ഫ്ലവറിങ് എല്ലാം കഴിഞ്ഞ ഏകദേശം 2-3 ഇയർ മെച്ചൂർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇത് ഗ്രമറ്റോഫൈലത്തിൻ്റെ മെച്ചൂർഡ് പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇത് ലെപ്പോർഡ് എന്ന് പറയുന്നതിൻ്റെ കളർ വരുന്നത്. നമുക്കിതിൻ്റെ പോട്ടഡ് ആയിട്ടുള്ള ഗ്രീനും ലെപ്പോർഡും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഹിബിക്കിൻ്റെ സീഡ്ലിങ്സ് വരുന്നത്. ഡെൻഡ്രോബിയത്തിൽ തന്നെ ഹിബിക്കി വരുന്നു. അതിന്റെ സീഡ്ലിങ്സ് വരുന്നത്. എങ്ങനെ ഫ്ലവർ എങ്ങനെ? നല്ല ഫ്ലവർ നമുക്ക് തണ്ടുമ്പോൾ തന്നെ വരുന്നതാണ്. അതിന് മെച്ചൂർഡ് പ്ലാന്റ്സ് നമുക്ക് കാണുക. ഇതിന് 300 വരും സീഡ്ലിങ്സിന്. നല്ല ഭംഗിയുള്ള ഫ്ലവർ ആണോ ഇത്? കളർ ഇത് പിങ്ക് വരുന്നു. താഴെ തന്നെ വരുന്നതാണ്. ഇത് സ്റ്റെമ്മിൽ നിന്ന് തന്നെ ചെറിയ ചെറിയ പൂക്കളായിട്ട് വരുന്നത്. ഇതിന്റെ എത്ര കളേഴ്സ് ഉണ്ട് ഇപ്പോൾ? ഇതിന് ഹിബിക്ക് ഒരു കളർ വരുന്നത്. നമ്മുടെ ഡെൻഡ്രോബിയത്തിന്റെ ഷെഡ് വരുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സും പോട്ടർ പ്ലാന്റ്സിലാണ്. ഇത് ഡെൻഡ്രോബിയത്തിൽ ഫ്ലവറിംഗ് വരുന്നതാണ്. ഫ്ലവറിംഗിൽ ഇസാ പീച്ച്, ലസിയാന്ത്ര്ര, സിമിൻ റെഡ്, ഇറോഷി, എയർവേ ബ്ലൂ, ഇങ്ങനെ 5 കളേഴ്സാണ് ഫ്ലവറിങ്ങിലുള്ളത് നമുക്ക്. ഇതിന്റെ പേരെന്താ? ഇത് എയർവേ ബ്ലൂ വരുന്നതാണ്. ശരി ശരി. ഇതിന്റെ റെഡും ഉണ്ട് അല്ലേ? ഇതിൽ ഫ്ലവറിങ് വരുന്നത് 450 രൂപ വരുന്നത്. ഇത് എപ്പിഡെൻഡ്രം വരുന്നത്. ഇത് 800 രൂപ വരും. എപ്പിഡെൻഡ്രം ഏകദേശം സ്പൈക്കൊക്കെ വന്നു തുടങ്ങി. നമുക്ക് സ്പൈക്ക് കട്ട് ചെയ്ത് വന്നതാണ്. ഇത് ഡോൺ മാരി പറഞ്ഞ വെറൈറ്റിയാണ്. ഡോൺ മാരി. പിന്നെ നമുക്ക് വരുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ പോട്ടഡ് പ്ലാന്റ്സ് വരുന്നത്. പോട്ടഡ് പ്ലാന്റ്സ് വരുന്നത് 160 രൂപയാണ്.
രൂപത്തിൽ നമുക്ക് ഒരു 40ഓളം കളേഴ്സ് വരുന്നുണ്ട്. പോട്ടഡ് പ്ലാന്റ്സ് 10 പ്ലാന്റ്സ് എടുക്കുമ്പോൾ 160, അതായത് 1600 രൂപ അങ്ങനെയാണ് ഓഫർ വരുന്നത്. സിംഗിളായിട്ട് എടുക്കുകയാണെങ്കിൽ 200 രൂപ വരും. ഇതൊക്കെ അത് തന്നെയാണല്ലേ ഇരിക്കുന്നത്? 2 രൂപ വരുന്നത്. അപ്പോൾ ഈ 3 ഷെഡുകളിൽ മൊത്തം ഓർക്കിഡ് തന്നെയാണല്ലോ? ഓർക്കിഡ്, അതെ, മെയിൻലി ഓർക്കിഡ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ റിംഗോ സ്റ്റൈലിസ് വരുന്ന പ്ലാന്റ്സ് ആണിത്. റിംഗോ സ്റ്റൈലിസിൻ്റെ മദർ പ്ലാന്റ്സ് വരുന്നതാണ്. ഇതൊക്കെ മുട്ട് വന്നല്ലോ അല്ലേ? മുട്ട് വന്ന് തുടങ്ങി. ഒരു ഇതിൽ തന്നെ നമുക്ക് ഇതിൽ തന്നെ 3 സ്പൈക്ക് വന്നിട്ടുണ്ട് നമുക്ക്. അത്രയും മെച്ചഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് സ്റ്റെമ്മൊക്കെ നോക്കിയാൽ തന്നെ അറിയാം. വിസ ബീച്ചിൽ തന്നെ 3 സ്പൈക്കുകൾ വന്നിട്ടുണ്ട്. ഇത് വൈറ്റും റോസ് കളറുള്ള മിക്സ് ആയിട്ട് വരുന്നത്. ഇത് അധികം അങ്ങനെ ഫുള്ളായിട്ട് വിടരില്ല എന്നുള്ളല്ലേ? ഒരു ചെറിയതായി ഇത് വേറൊരു ഷെയ്ഡ്. ഇത് ചെറിയൊരു ഫ്രാഗ്രൻറ്റ് കൂടെ ഉണ്ട് അതിന്. പ്ലാന്റ് വന്നതിന് ശേഷം ഇത് സാഫിലിടും. ഇത് നമ്മൾ ഇപ്പോൾ ബാഗസ്റ്റിൽ ഇട്ട് വെച്ചിരിക്കണം. 1 ഗ്രാം പെർ ലിറ്ററിൽ എന്ന തോതിൽ നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു 2 to 5 മിനിറ്റ്സ് എന്ത് ചെയ്യും, ഡിപ്പ് ചെയ്ത് വെക്കും നമ്മളിത്. ഈ സൊല്യൂഷൻ ബാഗസ്റ്റിൻ സൊല്യൂഷനാണ്. അതിൽ ഒരു 5 മിനിറ്റ് ഡിപ്പ് ചെയ്തിട്ട് എന്നിട്ടാണ് നമ്മൾ എടുത്തിട്ട് പോട്ട് ചെയ്യുന്നത്. ചകിരി വെച്ചിട്ടാണ് പോട്ട് ചെയ്യുന്നത്. ഇതിൽ കരിയിടൂല? ഇല്ല, നമ്മളിത് കുറിയർ അയക്കുന്നതുകൊണ്ട് വെയിറ്റ് മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ട് ചകിരി മാത്രം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ചകിരി അടി കുറച്ച് ഫില്ല് ചെയ്തിട്ട് പ്ലാന്റ് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്യും, സൈഡ് മുതൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചകിരി വെച്ച് തന്നെ റിപ്പോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോ? കിട്ടുന്നവർ ഇങ്ങനെ തന്നെ വെച്ചാലും കുഴപ്പമില്ല അല്ലേ? മതി. ഇപ്പം നമ്മൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് മതി. നമ്മൾ ആ അടിഭാഗം കുറച്ച് പൊക്കിയിട്ട് നിൽക്കുന്നതുകൊണ്ട് പുതിയ റൂട്ട്സും ഷൂട്ട്സൊക്കെ വരാൻ എളുപ്പമാവും ചെയ്യും. അതാണ് ഹിബിക്കിൻ്റെ മെച്ചേർഡ് പ്ലാന്റ്സ് വരുന്നത്. ഇത് നമുക്ക് താഴെന്നാണ് സ്പൈക്ക് വരാം. ഇപ്പോൾ സ്പൈക്കില്ല, സ്പൈക്കിന് കഴിഞ്ഞു. ഇത് എത്ര റേറ്റ് വരുന്നത്? ഇത് 850 വരും. ഇതെല്ലാം സ്പൈക്ക് പോയതാണ്. പെട്ടെന്ന് പെട്ടെന്ന് വരും. കുഞ്ഞു പൂക്കളായിരിക്കും. കളക്ഷൻ ആഗ്രഹിക്കുന്നവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പ്ലാന്റ്. ഇത് എത്ര വെറൈറ്റീസ് ഉണ്ട്? ഇതിൽ സിംഗിൾ കളേഴ്സ് വരുന്നത്. എന്ത് കളർ? ഇത് റോസ്. ഇത് റോസ് വരുന്നത്. നിങ്ങളുടെ നമ്പർ ഒന്ന് പറഞ്ഞേ. വാട്സപ്പ് നമ്പർ വരുന്നത് 8137 007 123. അല്ലാതെ പിന്നെ 90 37 86 09 50. ഈ 2 നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മളെ കാറ്റലോഗ് വരും. കാറ്റലോഗിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് കാട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ്. ഓൾ ഇന്ത്യ ഉണ്ടല്ലോ അല്ലേ? ഓൾ ഇന്ത്യ കൊറിയറായിട്ട് അയച്ചു തരും. പിന്നെ നമ്മൾ റീറ്റെയിൽ മാത്രമല്ല ഹോൾസെയിലൂടെ ചെയ്യുന്നുണ്ട്. ശരി, ഹോൾസെയിൽ ഉണ്ടല്ലോ. അവർക്ക് വേണ്ടത് അങ്ങനെ കോൺടാക്ട് ചെയ്താൽ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് പ്ലാൻസ് അയച്ചു തരും. പിന്നെ മാത്രമല്ല ആരെങ്കിലും പ്ലാൻസ് ഓൺലൈൻ വഴി സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ അവർക്ക് പ്ലാൻസ് സെല് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അതൊന്ന് കറക്റ്റായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും? പല ആളുകൾക്കും വീട്ടിലിരുന്ന് അത് ഹൗസ് വൈഫായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, അതായത് കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ബിസിനസ് ഫീൽഡിലേക്ക് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ സ്വന്തമായിട്ട് ഓർഡർ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ പേരിൽ തന്നെ ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. അതായത് കറക്റ്റ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി. ഓർഡർ അവരെടുക്കുക, ബാക്കി നിങ്ങൾ പാക്കിങ്ങും ഡെലിവറി എല്ലാം നിങ്ങൾ തന്നെ നമ്മൾ ചെയ്യും. ശരി, നല്ല പരിപാടി. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല? കിട്ടുന്ന ഓർഡറിനനുസരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യും. അപ്പോൾ ഓക്കെ സുഹേൽ, താങ്ക് യു.